ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇതാ വീഡിയോ കാണുന്നത് പോലെ പുറംഭാഗം നല്ല ക്രിസ്പിയും അപ്പോൾ അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഉഴുന്നുവടയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഉഴുന്നുവടയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിത് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 4 മണിക്കൂർ നമുക്ക് ഇത് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്നൊക്കെ നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഉഴുന്ന് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒരിക്കലും കൂടി പോകരുത്. ഞാനിത് അടിച്ചെടുക്കുമ്പോൾ 2 ടീസ്പൂൺ വീതം വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കുറേശ്ശെ അടിച്ചെടുത്തത്. ഈ മാവിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ഉഴുന്നുവട നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നമുക്ക് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഉഴുന്നുവടയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ ഇഞ്ചി, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കൈ ഉപയോഗിച്ച് നമുക്ക് ഇവ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ 2 മണിക്കൂർ ഉഴുന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് സവാള ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സവാള ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉഴുന്നുവട ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് എത്തുള്ളൂ. അങ്ങനെ നമ്മുടെ മാവൊക്കെ നല്ല റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെള്ളം തടവി കൊടുത്തതിന് ശേഷം മാവെടുത്തിട്ട് കയ്യിൽ വെള്ളയിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുവിലൊരു ഹോൾസും കൂടി ഇട്ട് കൊടുക്കാം. ഹോൾസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റൊക്കെ വെച്ചതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ അടി ഒട്ടിപ്പിടിക്കും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഉഴുന്നുവട തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റാം. ഇതുപോലെ എല്ലാ ഉഴുന്നുവടയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ വടയും ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ ഉഴുന്നുവടയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്